ഹലോ ഗായ്സ്, ജർമ്മനി വന്നിട്ട് ഇതാദ്യമായിട്ടാണ് വേറൊരു കൺട്രിയിലേക്ക് പോകുന്നത്. നെതർലൻഡ്സ് ആയിരുന്നു ആ കൺട്രി. ഞാനിവിടെ വന്നിട്ട് 6 മാസമായെങ്കിലും ഷെങ്കൻ വിസ കയ്യിലുണ്ടായിട്ടും എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. കുറേ നാൾ കൂടി ആഗ്രഹിച്ച് അങ്ങനെ കാത്തിരുന്ന് പോകുന്നൊരു ട്രിപ്പായിരുന്നു ഈ നെതർലൻഡ്സ് ട്രിപ്പ്. ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇതുവരെ വേറൊരു സ്ഥലത്തും വീട്ടിൽ പോലും നമ്മൾ അവിടെ എവിടെയും പോലും ട്രിപ്പ് പോകാറാത്ത ഒരാളാണ്. പക്ഷേ ക്യൂക്കൻഹോഫ്, തുലിപ്പ് ഗാർഡനും നെതർലൻഡ്സും ഒക്കെ കണ്ടപ്പോൾ തൊട്ട് വിചാരിക്കുന്നതാണ് അവിടെ പോകണമെന്ന്. അങ്ങനെ നേരത്തെ എത്താൻ വേണ്ടിയിട്ട് 4:15 ഫ്ലിക്സ് ബസ് തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തായിരുന്നു. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ആംസ്റ്റർഡാം വരെ 6 മണിക്കൂർ ട്രാവൽ ഉണ്ട്. പക്ഷേ ഞങ്ങൾ 3:30 തന്നെ അവിടെ എത്തി വെയിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവിടെ എത്തിയൊക്കെ കഴിഞ്ഞ് 4 മണിയായപ്പോഴാണ് ഇവർ നമുക്കൊരു മെസ്സേജ് അയക്കുന്നത്, വണ്ടി ലേറ്റാണ്, 5 മണി കഴിയും. അങ്ങനെ അത് 5:15 എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ടൈമിൽ എടുത്തപ്പോഴും ഞങ്ങൾ വിചാരിക്കുന്നത്, ഈശ്വര അവിടെ നേരത്തെ എത്തിക്കണേ, 10:30 നമ്മുടെ അവിടെ എത്തുന്ന ടൈം പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്ത് പോയി തുടങ്ങിയിട്ട് ഞങ്ങൾ ഓരോ വട്ടം സമയം നോക്കുമായിരുന്നു. കാരണം നമ്മളവിടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ക്യൂക്കൻഹോഫ് കാണാൻ വേണ്ടിയിട്ട്. അത് 2 മണിക്കായിരുന്നു. അതിനങ്ങനെ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. എങ്കിലും നമ്മുടെ പ്ലാൻ അനുസരിച്ച് അത് എങ്ങാനും ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച സ്ഥലങ്ങൾ കാണാൻ പറ്റാതിരിക്കുകയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ഫ്ലോപ്പായി പോകും. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി. എല്ലാവർക്കും വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ടാട്ടോ പോയത്. ഞങ്ങൾ ടോർട്ടില്ല വാങ്ങിച്ച് ചിക്കനൊക്കെ ഉള്ളി വെച്ചിട്ട് ഞങ്ങൾ റാപ്പാക്കി കൊണ്ടുപോയായിരുന്നു. ബസ്സിലിരുന്ന് തന്നെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആംസ്റ്റർഡാം എത്തി. കുറച്ച് കഴിഞ്ഞെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് 1 മണിയായി ഗൈസ്. എന്തായാലും ഫ്ലിക്സ് ബസ് ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. സോ ഇങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഫ്ലിക്സ് ബസ് എടുക്കാതെ വല്ല ഐസിയും ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബാക്കി അടുത്ത വീഡിയോ.